എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മഹാത്ഭുതത്തെക്കുറിച്ചാണ്. അതായത് എന്തുകൊണ്ട് ഭഗവാൻ ജഗന്നാഥൻ 15 ദിവസത്തേക്ക് രോഗിയാകുന്നു. ഇത് ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു അപൂർവമായ ചടങ്ങാണ്. എന്താണ് സംഭവിക്കുന്നത്? പ്രതിവർഷം ഭരതകാല പൂർണിമയായ സ്നാനയാത്ര കഴിഞ്ഞ് ഭഗവാൻ ജഗന്നാഥൻ സഹോദരൻ ബാലഭദ്രനും സഹോദരി സുഭദ്രയും ചേർന്ന് ഏകദേശം 15 ദിവസത്തേക്ക് രോഗിയാകുന്നു എന്നും ഭക്തർക്ക് ദർശനം ലഭിക്കാതെ ഒഴിഞ്ഞു പോകുന്നു എന്നുമാണ് വിശ്വാസം. ജ്യേഷ്ഠമാസത്തിലെ പൂർണിമ നാളിൽ ദേവന്മാർക്ക് 108 കലശം വിശുദ്ധ ജലത്തോടെ അഭിഷേകം നടത്തുന്നു. ഈ ഭാരമുള്ള സ്നാന ചടങ്ങിന് ശേഷം ദേവന്മാർക്ക് ജ്വരം പിടിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം അവരെ ഒരു പ്രത്യേക മുറിയിൽ അനവസര ഗൃഹം എന്നതിൽ വിശ്രമത്തിനായി പാർപ്പിക്കുന്നു. ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഈ 15 ദിവസങ്ങളിൽ പൊതുദർശനമില്ല. ദേവന്മാർക്ക് ഔഷധങ്ങളും ദാഹമകറ്റുന്ന എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണമായ പാനഭോഗവും നൽകുന്നു. ദൈതപതി പാരമ്പര്യത്തിലെ സേവകർ ദേവന്മാരെ മനുഷ്യരെപ്പോലെ ചികിത്സിച്ച് പരിപാലിക്കുന്നു. ആധ്യാത്മിക അർത്ഥം: ഭഗവാൻ ജഗന്നാഥനോട് ഭക്തർക്കുള്ള വളരെ വ്യക്തിപരവും സ്നേഹപൂർണവുമായ ബന്ധത്തെ ഈ ആചാരം പ്രകടിപ്പിക്കുന്നു. ദൈവത്തെ ദൂരത്തുള്ള പരമാത്മാവായി കാണുന്നതിന് പകരം മനുഷ്യജീവിതം പങ്കിടുന്ന ഒരാളായി കാണുന്നു. അതാണ് ഭാവലീല. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം മനുഷ്യൻ്റെ നിലയിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തിൻ്റെ എല്ലാ പരിചയങ്ങളും അനുഭവിക്കുന്നു എന്ന് കാണിക്കുന്നു. കൂടാതെ ഇത് പുതുക്കലിൻ്റെ ഒരു ചക്രമായും കാണുന്നു. ഈ വിശ്രമമൊക്കെ കഴിഞ്ഞാൽ ഭഗവാൻ നവോജ്ജീവിതനായി രഥയാത്രയ്ക്കായി വീണ്ടും ദർശനത്തിനെത്തുന്നു. അപ്പോൾ ഭക്തർ എന്ത് ചെയ്യുന്നു? അനവസര സമയത്ത് ഭക്തർ അടുത്തുള്ള ബ്രഹ്മഗിരിയിലെ അലർനാഥ ക്ഷേത്രത്തിൽ പോകുന്നു. ഭഗവാൻ ജഗന്നാഥൻ ആ സമയത്ത് അലർനാഥനിൽ താമസിക്കുന്നുവെന്ന് വിശ്വാസമുണ്ട്. സംഗ്രഹം: സ്നാനയാത്രയ്ക്ക് ശേഷം ഭഗവാൻ ജഗന്നാഥൻ അനുഭവിക്കുന്ന 15 ദിവസത്തെ രോഗം ദൈവത്തിൻ്റെ മനുഷ്യ സമാനമായ ദൗർബല്യവും പുതിയ ജീവിതത്തിനുള്ള ആന്തരിക ശുദ്ധിയും പ്രതിനിധീകരിക്കുന്ന ഒരു ആഴമുള്ള ചിന്താലഹരിയുള്ള ആചാരമാണ്. ഇതിലൂടെ ഭക്തർക്ക് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നു. ഇതോടെ മഹത്തായ രഥയാത്രയ്ക്ക് ആത്മപരമായ ഒരുങ്ങലും നേടുന്നു. നന്ദി.